Assalamualaikum, welcome back to my channel. Guys, we planned a sudden trip in എന്തായിരുന്നു പ്ലാൻ? So today is Friday. അതെ, ഫ്രൈഡേ ആയിട്ട് നമ്മൾ ജുമായൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു പ്ലാൻ. എല്ലാവർക്കും എവിടെയെങ്കിലൊക്കെ കറങ്ങാൻ പോയി, എവിടെയെങ്കിലും പോയാൽ മതി എന്ന് പറയും. ഇന്ന സ്ഥലമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഒരു കൊടൈ പിടിക്കാന്ന് വിചാരിച്ചു, കൊടൈക്കനാല്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളായി അല്ലേ, നമ്മളൊരു 1.5-2 വർഷത്തിന് മുമ്പാണ് കൊടൈക്കനാല് നമ്മൾ പോയേക്കണത്. അപ്പൊ കുറെ നാളായി കൊടൈക്കനാലൊന്ന് കണ്ടിട്ട്. അപ്പൊ പോണ വഴി എന്തായാലും ഒറ്റ സ്ട്രെച്ചിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ രാത്രിയാവും. അപ്പൊ നമ്മ വിചാരിച്ചു മൂന്നാറ് സ്റ്റേ അടിച്ചിട്ട് അവിടെ ഒരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റേ അടിച്ചിട്ട് നാളെ രാവിലെ അവിടെ നിന്ന് വീണ്ടും ഡ്രൈവ് ചെയ്ത് നേരെ കൊടൈക്കനാലിലേക്ക് പോകാതെ. യെസ്, അപ്പൊ മൂന്നാറ് വരെയുള്ള വിശേഷങ്ങളാണ് ഈ വ്ളോഗ്. അപ്പോ ആസ് യൂഷ്വൽ ഞാനും സുനുമോൾ ഇന്ന് ട്വിന്നിങ് ആണ്. സുനു കയറി കഴിഞ്ഞു കഴിച്ചില്ലേ? സുനു കേൾക്കൂല, ബിക്കോസ് ഓഫ് ക്ലോസ് ആക്കിയിട്ടേക്കണ്. ഇതൊക്കെ ഇതിന്റെ തന്നെ ഗ്രീൻ ആണ് അവൾ ഇട്ടത്. ഇത് ബേബി യു ബോട്ട് ഫ്രം തായ്ലാൻഡ്, റൈറ്റ്? തായ്ലാൻഡ് ഓർ തായ്ലാൻഡ്? എനിക്ക് കൺഫ്യൂഷൻ ആവും, നീ എവിടെ നിന്ന് എടുത്താൽ ഇതൊന്നും ഓർമ്മ ഉണ്ടാവൂല. അപ്പോൾ ഇതിന്റെ ഗ്രീൻ ആണ് സുനു ഇട്ടിട്ടുള്ളത്. സോ എന്തായാലും പോണ വഴിക്കത് കാണിച്ചു തരാം. സോനു നെയ്ബർ ആൻറ്റിട്ട പറയാൻ പോയി. അപ്പോൾ സോനു വന്നു, നെയ്ബർ ആൻറ്റിന്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ പോണെയാണ്. Are you ready for a trip? സഡൻ ട്രിപ്പ് ആയിരുന്നു. സഡൻ ആയതുകൊണ്ട് ഫുള്ള് സ്ട്രെസ് അടിച്ച് ഓട്ടെടുത്ത് പാക്കായിരുന്നു. ബേബിയുടെ വായിന്ന് കേക്ക് ചെയ്യുന്നവൾ. ഇവരത് പ്ലാൻ ചെയ്യരുത്, പെട്ടെന്ന് ഇറങ്ങൂല. അതൊക്കെ അല്ല, പ്ലാൻ ചെയ്യണ കുഴപ്പമില്ല. നമ്മൾ രാവിലെ പ്ലാൻ ചെയ്യാം. 6 മണിക്ക് പ്ലാൻ ചെയ്താലാണ് നമ്മൾ 4 മണിക്ക് ഇറങ്ങും. 1 മണിക്ക് അത്രയും പറയുന്നു. ബേബി എന്തോ റീലിന്റെ ക്ലിപ്പ് എടുക്കുന്നുണ്ട് ഗൈസ്, പക്ഷേ സ്റ്റൈലാക്കി ഗൈസ്. ഞാൻ കടിക്കണമെങ്കിൽ താടിയിലൂടെ കൈയ്യിട്ടിട്ട്. അപ്പൊ നമുക്ക് പിള്ളേരൊക്കെ ഫുള്ള് ചിൽ വൈബിലാണ്. സുനുമുള്ള സ്കൂളൊക്കെ പോയിട്ട് വന്ന്, സൈഗിന് ഇന്ന് സ്കൂൾ ഉണ്ടായിരുന്നില്ല. ഹായ് ബേബി. പക്ഷെ മിസ് പറഞ്ഞ് വേണമെങ്കിൽ അത് ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ എന്റെ ബുസിനു വി ആർ ട്വിന്നിങ്. ഐ വാണ്ട് ഷോ ദ ഡ്രസ്, പക്ഷെ നീ കാറിലായിപ്പോയി. ക്വസ്റ്റനിങ് എടുത്തോ, എവിടെ ഇവിടെ എടുത്ത് ഓല്ല പഠിച്ചു എന്റെ ബേബി. ക്വസ്റ്റനിങ് ഓക്കേ. സുണോ ഡ്രസ് ഞാൻ പുറത്ത് കാണിക്കണമെന്ന് വിചാരിച്ച, നിന്നെ വിളിച്ചു ഞാൻ കൊറേ, പക്ഷെ കേട്ടില്ല. അടിപൊളിയായിട്ട് ഞാൻ വ്ളോഗ് ചെയ്യാന്ന് പറഞ്ഞ കേസ്, പക്ഷെ കേക്കണില്ല. അവക്ക് തന്നെ തനിച്ചു. ഞാൻ കുറച്ചും കൂടെ നല്ല സെറ്റപ്പ് ആയിട്ട് കേറല്ലേ. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ പുറത്തുനിന്നൊരു കൊട്ട്. ഓക്കെ ബൈ. എന്ത് ഡ്രാമ ആണിത്? സോനു നിനക്കോട് കരയണോ? എന്റെ ഉമ്മേനെ കറക്കാൻ വേണം. കയ്യില് എന്നെ കൂട്ടാണ്. ബൈ. കഴിഞ്ഞമ്മ everything is recorded. Hello Ebu. Ebu 1 2 3 പറ. 1 പറയൂല, ക്യാമറ ഓണൊന്നും പറയൂല. ഫുഡി ടൈം ഗൈസ്. അപ്പൊ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നു ഗൈസ്. ഹോട്ടലെത്തി. അപ്പോ ഒരാൾക്ക് ഭയങ്കര വിശപ്പ്. ഡയറ്റ് തുടങ്ങിയിട്ട് കറക്റ്റ് ടൈമില് എല്ലാം കൊടുക്കണോണ്ടിട്ട് ഭയങ്കര വിശപ്പ്. ഓ യു ഏറ്റ് ലഞ്ച് റൈറ്റ്. അപ്പൊ ആരും വന്നില്ല, അത് ബേബി പോയി. അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്. ഇപ്പൊ നമ്മൾ വന്ന സ്ഥലം എന്ന് പറയുന്നത്, നമ്മൾ യൂഷ്വലി വരാറുണ്ടല്ലേ മൂന്നാർ പോകുമ്പോ ഒക്കെ, മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മളിവിടെ നല്ല ഫുഡാണ്. നല്ല ബീഫും നല്ല
എനിക്ക് ബേബി കപ്പ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ബേബിക്ക് കഴിക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ 2 days ആയിട്ട് എനിക്ക് ഭയങ്കര ഗ്യാസ്ട്രിക്കിന്റെ പ്രോബ്ലം ആയതുകൊണ്ടിട്ട് എനിക്കത് കഴിക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞാൻ പിന്നെ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തു. 2 ദിവസത്തേക്ക് ട്രിപ്പൊക്കെ ആയതുകൊണ്ടിട്ട് ബേബി ഫുൾ കാലറി ഡെഫിസിറ്റ് ആയിരുന്നു. നോർമൽ ഡയറ്റ് അല്ല, ഹി വാസ് ഇൻ പക്ക കാലറി ഡെഫിസിറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ 2 ദിവസത്തേക്ക് മാറ്റി വെക്കാൻ പോണെ. അളന്നിട്ടൊക്കെ കഴിക്കണായിരുന്നു. 150 gram ഫിഷ്, 15 gram മക്കാന, 150 gram. അല്ല, ആ മെഷീൻ കൊണ്ടുവരായിരുന്നു നമുക്ക്. വേണ്ടല്ലേ? നിങ്ങളെ ഫ്രെയിം കറക്റ്റ് ആണ്. അതായത് ട്രിപ്പ് പോകുമ്പോൾ എന്തായാലും നമ്മള് കൂടുതൽ ഡയറ്റ് നോക്കിയിട്ട് കാര്യമില്ല. എന്നാലും മാക്സിമം ട്രൈ ചെയ്യും. എന്നാലും ഇടയ്ക്ക് കുറച്ചൊക്കെ നമുക്ക് വേണ്ട കഴിച്ചു. സ്വീറ്റ് ഞാൻ എന്തായാലും കട്ട് ചെയ്യും. സ്വീറ്റ് കഴിഞ്ഞ വ്ളോഗിൽ കട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് എണ്ണന്നില്ല പറഞ്ഞു സൈൻ ലബാന കുറെ സ്വീറ്റ് അത് ഞാൻ ശരിയാണ്. നമ്മള് 1-2 സ്പൂൺ ടേസ്റ്റ് ഒക്കെ ഉള്ളൂ. സുനുവാണ് കംപ്ലീറ്റ് ഫുള്ള് തീർത്ത സുനുവാണ്. എന്റെ കപ്പ് ബിരിയാണി അടിച്ചിട്ടിരിക്കണം. നല്ല ബീഡിയും കപ്പ് ബിരിയാണി അതുവരെയല്ല ഗ്യാസ് ഉണ്ട് അല്ലേ? ചിക്കൻ ബിരിയാണി സോനോട് പാസ് ഞാൻ കുറച്ച് ക്ഷീണിച്ചോ ഗൈസ് പറയൂ. കമന്റ് പറയും. പിന്നെ തടിച്ച് കൊഴുത്ത് ആന പോലെ ഇരിപ്പുണ്ട്. എന്നിട്ട് അവാർഡ് അല്ല ആയാന്ന് വെച്ചാൽ ആയ എനിക്ക് നല്ല ഈ ലിപ്സ്റ്റിക്ക് പല്ലിലാവുന്നു. ഒന്നാമത് ഈ പല്ലിക്കമ്പി ഉള്ളതുകൊണ്ട് എന്റെ ഇടയിലൊക്കെ ആവും. അപ്പൊ ഗൈസ് ഞാനിപ്പോൾ ഫോണില് കുറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കണമായിരുന്നു. നമുക്ക് പോകുമ്പോൾ കുറച്ച് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഈ ഗ്രൂപ്പിന്റെ മെയിൻ ഒരു കോർഡിനേറ്റർ ഇവരെയൊക്കെ നയിക്കുന്ന വലിയൊരു ഭാരപ്പെട്ട ചുമതല എനിക്ക്. എങ്ങോട്ടൊക്കെ നമ്മളെ കൊണ്ടുപോയിട്ടുള്ളൂ, ആ റിസോർട്ട് മൊത്തം പാളിച്ചായിട്ടുള്ളൂ ഇതുവരെ. അപ്പൊ ബേബി കൊടൈക്കനാൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിട്ട് വേറൊരു റിസോർട്ട് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പറഞ്ഞാൽ വേണ്ട, നമ്മൾ വേറെ നോക്കാന്ന് പറഞ്ഞ് സോനൊന്നും കാണിച്ചത്. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ബേബി മനഃപൂർവ്വം ചെയ്യണോ? ഞാനത് നോക്കിയ പോലും ഇല്ല. നിങ്ങൾ സെലക്ട് ചെയ്തോ, ബുക്ക് ആക്കിക്കോന്ന്? എന്തിനാ ലാസ്റ്റ് അവിടെ പോയിട്ട് പാളിട്ടാകുമ്പോ നമ്മള് പറയാം അല്ലെ? അത് നമ്മൾ ഓൾറെഡി പോയിട്ടുള്ളതാണ്. വൈബാണ് അവിടെ, അടിപൊളി. നമ്മ പപ്പ അമ്മാജിത്തൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അവിടെ. എന്താണ് കഴിക്കാൻ പോണേ? ബിരിയാണി. ഞാൻ ഡെബുന് ബീഫ് ബിരിയാണി തന്നെ കൊടുക്കാം. ടൈഗറൊക്കെ കൊണ്ടുവന്ന് നോക്കി, അവൻ തന്നെ താനെ കൊണ്ടുവന്ന ടൈഗർ. ഇപ്പൊ നമ്മളൊന്നും വേണ്ട ഗൈസ് കുട്ടിക്ക് ഫുള്ള് ഡാടപ്രാന്നാണ്. ബേബി ഗ്രൂപ്പിൽ കയറിക്കഴിഞ്ഞാൽ ബേബി അതൊന്നും പറഞ്ഞ് നിങ്ങള് ഇവന് ഉറങ്ങി കഴിഞ്ഞാലേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അതുവരെ എന്റെ മുതുക് ചവിട്ടി കൂടെ ആയിരിക്കും. ബേബി ഇങ്ങനെയൊക്കെയാണ് കഴിക്കണ്ടത്. ഇവിടെ സ്റ്റൈല് കയ്യില് കഴിക്കുന്ന സ്റ്റൈലാണ്. ബീഫ് സോനി ട്രൈ ചെയ്തോ? ചൂടില്ല കഴിച്ചോ. ഉമ്മിത്താരം എന്റെ പപ്പടം ദീദി തന്നെ പപ്പട ഫാൻ. യമ്മി. ഓ ലോങ് ഡിസ്റ്റൻസ് ബേബി. എല്ലാവർക്കും നിങ്ങൾ എന്തിനാ കൊടുത്ത മനസ്സിലായി? നൈസായിട്ട് കൊതി കിട്ടാണ്ട് തിന്നാൻ വേണ്ടിയല്ലേ? സോനു ചിക്കൻ ബിരിയാണിയാ? ഞാൻ മാത്രമാണ് അപ്പൊ ബീഫ്. ഓക്കെ, ലെറ്റ്സ് ഈറ്റ്. അപ്പൊ നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് കാണാം ഗൈസ്.
കഴിച്ച് ഫുള്ള് വൈബില് ലഞ്ച് ചോക്ലേറ്റ് സ്നാക്കൊക്കെ എടുത്ത് after a long time Zaigum got a snack sweet yeah സോനു പറയണായിരുന്നു ഇത് വെച്ചിട്ട് വേണം ട്രിപ്പ് കഴിഞ്ഞ വരെ ഇരിക്കാൻ. ചോക്ലേറ്റ് കൊടുത്തില്ലേ? ആ നേരത്തെ എബ്ബ് കഴിക്കുമ്പോ എനിക്ക് വിഷമമായി, അപ്പൊ വായി വെച്ചു കൊടുത്തു ഒരു പീസ്. അപ്പോ എല്ലാ ലിമിറ്റില് കഴിക്കാൻ ഞാൻ കഴിച്ചില്ല, അറിയോ ഗൈസ്, ഞാൻ ഒന്നുപോലെ കഴിച്ചില്ല. കുഞ്ഞ് അതിന്റെ ക്യാബിലെ ടോയ് ഷോപ്പ് കണ്ടിട്ട് ഇപ്പൊ ചോദിക്കാറായല്ലേ വൈബാക്കണം വൈബ്. ഇഷ്ടമാണ് ഇപ്പൊ ആൾക്ക് ട്രാവലിംഗ് ഒക്കെ. യമ്മി ചോക്ലേറ്റ് യമ്മി ആയിരുന്നു അബു. യമ്മി യു ലൈക്ക് ഇറ്റ്? യു ലൈക്ക് ഇറ്റ്? അല്ല ക്യാമറ കണ്ട സംസാരിക്കൂല, പറയണ്ടേ നല്ല കുട്ടിയാണ്, നല്ല കുട്ടിയാണ്, നല്ല അച്ചടക്കമുള്ള കുട്ടീനെ പറയിപ്പിക്കണ്ടേ, അതുകൊണ്ടാണ് അവൻ സംസാരിക്കാത്തത് അല്ലേ അബു? ഡ്രസ്സിലൊക്കെ ഒരു ഫ്രൂട്ടി എന്നോ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, മാംഗോന്റെ സ്ട്രോ ഉള്ള ഇത് അവന് ഇഷ്ടമാണ്. അപ്പൊ അത് ഞാൻ കാണാത്ത ഗ്യാപ്പില് ആ സ്ട്രോ മാറ്റിട്ട് കമത്തിന്ന് തോന്നുന്നു ഡ്രസ്സില്. കൈ പിടിച്ചിട്ടുണ്ട് ഞാൻ, എക്സ്ട്രാ കൈയും പിടിച്ചേക്കണം. അപ്പോ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇനി ഒട്ട സ്ട്രെച്ച് എന്ന് പറയണുള്ളൂ. അത് ഇത് കണ്ടാൽ നമ്മൾ പറയും ബേബി സ്റ്റോപ്പ് ദ കാർ. ചായ അങ്ങനെയൊക്കെ കുടിച്ച് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ബേബിയുടെ കപ്പ് ബിരിയാണി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ ബിരിയാണി ഓർഡർ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നി. ഞാൻ ഫുൾ ബിരിയാണി കഴിച്ചില്ല, ബിക്കോസ് കപ്പാസിറ്റി ഫുൾ കുറഞ്ഞിരിക്കണോണ്ടിട്ട് I ate 1/4. ബാക്കി പാർസലാക്കി. ചിലപ്പോ എബ്ബിന് കൊടുക്കും വിശക്കണാണ്. അവന് ഇപ്പൊ ഹോട്ടലിൽ കൊടുത്തപ്പം കഴിച്ചില്ല, ബിക്കോസ് ഹി വാസ് ഫിൽഡ്. അവന് ഞാൻ വീട്ടില് മിൽക്ക് കൊടുത്തിട്ട് വന്നായിരുന്നു അവന്റെ ബോട്ടിൽ, സോ ഹി വാസ് സോ ഫിൽഡ്. അതുകൊണ്ട് അത് പാർസൽ എടുത്ത് അവന് കഴിക്കാൻ വേണ്ടിട്ട്. സോ യാ ദാറ്റ്സ് ഇറ്റ്. അവിടുത്തെ ഒരു അപ്ഡേറ്റ്സ് അങ്ങനെയായിരുന്നു. സോ വിൽ ഗോ റൈറ്റ്. അങ്ങനെ നമ്മള് മൂന്നാറ് പോണ വഴിക്ക് അടിവാരം എന്ന സ്ഥലത്തെത്തി. നമ്മളിവിടെ ഇവിടെ ഒരു ചേച്ചിയുണ്ട്, ഈ ചേച്ചിയല്ല ഇവിടെ ഇറങ്ങിയിട്ട് എപ്പോഴും നമ്മള് കരി കുടിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോഴേ നമ്മൾ കുടിച്ചിട്ടുണ്ട് അല്ലേ? ബൊണ്ട മഷൂന്റെ കാര്യത്തില് ബൊണ്ടെന്ന് പറയും. ഇഷ്ടമാണ്. ഭയങ്കര സ്നേഹമായതുകൊണ്ട് ഒരേ കറിക്ക് ഷെയർ ആക്കി കുടിക്കും. ഷെയറിംഗ് ഈസ് കെയറിംഗ്. രണ്ട് സ്ട്രോ ഇട്ടേനെ, അപ്പൊ വൈബ് ആയനല്ല രണ്ടുപേരും കുടിക്കാൻ. എങ്ങനെയുണ്ട് സൈഗു? ബോണ്ട കുറിച്ച് ഒരു എനർജിയാണ്, നല്ലതാ, നമുക്ക് എനർജിക്ക് നല്ലതാ. ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ സ്കിൻ, ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്, യാ ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ. ഓ നോ, ഞാൻ വേറെ പറഞ്ഞു. ഇറ്റ്സ് ഗുഡ്. പൊട്ടിച്ചോ? അത് നമ്മൾ രണ്ടും കൂടി കുടിച്ചത്. പിന്നെ അടിപൊളികളല്ലേ ഓളാളത് കാലടിച്ച് ചെരുപ്പ് തിരിച്ചിട്ടേക്ക്. സോനുവിടെ ചെറിയൊരു വാട്ടർഫോൾ സംഭവം കണ്ടപ്പോഴേക്ക് ചാടി വെപ്രാളത്തിൽ ഇറങ്ങിയ ചെരുപ്പ് തിരിച്ചിട്ടേക്ക്. ഞാൻ പോണേക്ക് റോഡ് സൈഡിൽ ഈ സംഭവം കണ്ടപ്പോ നല്ല രസം തോന്നി. അപ്പൊ 1-2 സ്ഥലത്ത് ഇതുപോലെ കണ്ട്. അപ്പൊ സോനന് ഇങ്ങനെ ഒരു ആഗ്രഹം അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇത് കാണണമെന്ന്. അപ്പൊ പിന്നെ ഇവിടം വരെ നിർത്തിയിട്ട് കാണിക്കാന്ന് വിചാരിച്ചു. അടിപൊളിയായിട്ടോ. ഇത് സൂം ചെയ്ത് നിർത്തിയേക്കണായിരുന്നു അല്ലേ? സോനുവിന്റെ കാല് നോക്കടി, സോനുവിന്റെ കാല് നോക്ക്. എപ്രാളത്തിൽ ഇറങ്ങിയതാ.
ആ തിരിച്ചിട്ടാ തിരിച്ചിട്ട് പക്ഷോ സോനു അതിലൊക്കെ വീയണ്ട ചീറ്റിപ്പോവും. പായലാണ് അവിടെ, നീ നിക്കണത് പായലല്ല. അടിപൊളിയായിട്ട് നല്ല രസമുണ്ട്. ആ ഇറങ്ങാൻ പറ്റൂല, അവിടെ ഇറങ്ങിക്കോ. അതിലിറങ്ങ ഇതിലിറങ്ങ ആ വഴി കൂടെ. ആ അതിലെ കൂടെ ഇറങ്ങാൻ പറ്റും. ഈ ഫോട്ടോ മതിയാ. ഇവിടെ വെള്ളത്തിൽ ഒഴുക്കി വിട്ടാലോ? മഷൂര് വെള്ളത്തിൽ ഒഴിച്ചിടാം. അല്ല ഞാൻ എടുത്തു കൊടുക്കാം. അവിടെ നിന്ന് എടുക്കാനാണോ? വേണ്ട പശു സ്ലിപ്പായിട്ട് നേരെ വീഴും. മഷു അവിടുന്ന് സ്ലിപ്പായ നേരെ പോവണ്ട. ഇങ്ങനെ പ്രശ്നമില്ല. എടുക്കട്ടെ പെട്ടെന്ന് വല്ല മലവെള്ളവും അവർക്ക് ഇറങ്ങി വന്നു. പോണോയിക്കില്ലേ ഒരു അടിപൊളി എന്താ പറയുന്നത് അല്ലേ? നിങ്ങളെല്ലാം കാണും. എന്റെ അമ്മു എന്താ അതിന്റെ ഒരു രസം കാണാൻ നോക്കി. പെരിയാർ റിവറാണ് കേട്ടോ, പെരിയാർ റിവർ. അടിപൊളി അടിപൊളി. പക്ഷെ എന്താ ബ്യൂട്ടി എന്നറിയോ, ഭയങ്കര രസം കാണാൻ. പക്ഷെ എന്തോരം വെള്ളമല്ലേ ഒഴുകുന്നെ. ഞങ്ങൾ വന്നോക്ക് കാറിങ്ങനെ സൈഡാക്കി ഇരുന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയതാ. പൊളിയിട്ട്
വന്ന് എവിടെ എത്തി നമ്മൾ? കല്ലാക്കുട്ടി ഡാമില്ലേ, അവിടെ ഡാം തുറന്നിട്ട് വിട്ടേക്കുന്നത്. ആ ഇത്ര ഷട്ടറുകൾ 3-4 ഷട്ടർ തുറന്നിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഇവിടുന്ന് നോക്കിയാല് കാണാൻ പറ്റും. ഈ സൈഡിൽ ഇവിടെ ഇത്ര ഹൈറ്റില് ഡാം നിറഞ്ഞിങ്ങനെ നിക്കണേ. വെള്ളം നിറഞ്ഞിരിക്കണോ? ഈ ഒരു നിറവിൽ നിന്ന് അവിടുന്ന് ഒഴുക്ക് പോണ തുറന്നു വിടുമ്പോൾ ഒഴുക്ക് പൊടിയാണ്. ആക്ച്വലി നമ്മൾ പാസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ റിട്ടേൺ വന്നതാ. ഒഴുകണ നോക്കി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കാണിക്കാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ആക്കിയതാണ്. എന്ത് ഹൈറ്റ് തന്നെ ഡാം പറഞ്ഞിട്ട് മൂന്നാർ എത്തിട്ട് 5 മിനിറ്റ് പോലും ആയിട്ടില്ല. ഒരാള് ഡ്രസ്സൊക്കെ മാറി ജിമ്മിൽ പോവാൻ റെഡി ആയി ഗൈസ്. അപ്പൊ ഇവിടെ ജിം ഉണ്ട്. 8 o'clock ക്ലോസ്. ഇപ്പൊ ടൈം ഈസ് ഷോപ്പ് 7 ആയി. ക്ലോസ് ആക്കി. ജിം ക്ലോസ് ആവണ മുമ്പ് നമ്മുടെ ആൾ പോയിട്ട് വരും. ഫുൾ വൈബിലാണ് സോനു. ഫുൾ ചാട്ടം. പയ്യ ഇങ്ങനെ ചെറുപ്പത്തില് ഹോട്ടൽ റൂം കാണുമ്പോ വൈബില് വൈബില് വൈബ് വൈബ്. സൈഗു ഇങ്ങനെ ആയിരുന്നില്ലേ സോനു? അവിടെ പുറത്ത് വൈബാക്കാൻ പോയി. അപ്പൊ ഞാനിനി ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. സോ ഇതാണ് സുനു. ഇവിടെ എങ്ങനെ ജേർണൽ ചെയ്യാ, ഏത് മൂലക്കിരുന്ന് ജേർണൽ ചെയ്യാന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നത്. നല്ല വൈബായിരിക്കും അല്ലെ? ഒരു ഫീൽ ഉണ്ടാവും. ജേർണലൊക്കെ ചെയ്യാൻ ഒരു മൂഡ് വേണം. എല്ലാ സ്ഥലത്തിരുന്നിട്ടൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഒരു വൈബ് വേണം. അപ്പോൾ വീട്ടില് അവളുടെ റൂമാണ് അതിനുള്ള ഒരു വൈബ്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ബേബി ജിമ്മിൽ പോയിട്ട് വരും. എന്നിട്ട് ഡിന്നർ നമ്മൾ വലിയ കൈയുടെ ഫാറ്റൊക്കെ പോയിട്ട് ഊരിപ്പോന്ന് പറഞ്ഞാൽ വെഡിങ് റിങ് കളഞ്ഞേക്കരുത് കേട്ടാ അവിടെ ഇവിടെ. അപ്പൊ നല്ല റെസ്റ്റ്. അപ്പോ നമുക്കിനി പിന്നെ കാണാം. റൂം കാണിച്ചു തരാട്ടാ. തുറന്നിട്ട് വെൽക്കം ആക്കണ്ടേ? ഹലോ വൈബാക്കണോ മമ്മോന്? വൈബില് 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 വൈബ് 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 വൈബ്. ഓ സൈഗുനെ പോലെ തന്നെ. സൈഗു ഇങ്ങനെ ആയിരുന്നു ചെറുപ്പത്തിൽ. ഇപ്പോഴും ഓർമ്മയുണ്ട് മണാലിയൊക്കെ പോയപ്പോ. ഫുൾ വൈബിലാണ് അവൻ. ഇഷ്ടാണ്. ഞാൻ പലപ്പോഴും അവനെ ഒബ്സർവ് ആക്കിയിട്ടുണ്ട്. ഗോ 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 യേ 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 യേ. വൈബാണ് അബു. ഫുൾ വൈബാണ്. വാവ്. 1 2 ഗോ ഗോ. ഓ ഭയങ്കര സന്തോഷം. 1 കഴിഞ്ഞ് പോവാ. ഭയങ്കര ആക്രാന്തായി. 2 3 പിന്നെ ഗോ 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 ഗോ. 1 2 3 പറഞ്ഞപ്പോ 1 2 3 കാലെവിടെ പാന്റിൽ മുഴുകിയിരിക്കണം കാല്.
എബു 1 2 3 പറ. എക്സൈറ്റ്മെന്റ് ഓവർലോഡഡ്. തലകറങ്ങും. 1 ഉമ്മയുടെ എബുന്റെ എക്സൈറ്റ്മെന്റ് ഓവർലോഡഡ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ് ആള്. ഭയങ്കര എന്തോ പറയട്ടായിരുന്നു. ചെറുപ്പം ഇങ്ങനെയായിരുന്നു പക്ഷെ എക്സൈറ്റ്മെന്റ്. അവർക്ക് എന്തോ ഭയങ്കര നീറ്റ് ഭയങ്കര ഇതായിട്ട് രസമല്ലേ. വീട്ടിലെ അല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയർ അല്ല, അതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. നമുക്കും ഇഷ്ടാണല്ലോ. ഹായ് ബേബി. അപ്പൊ ബേബി ജിമ്മി പോയി. നമുക്ക് ഇവിടെ കുറച്ച് വൈബാക്കിയിരിക്കാം. എന്നാൽ ഡിന്നർ പുറത്താക്കണോ ഇവിടെ ആക്കണോ ബേബി ചോദിക്കണ്ടായിരുന്നു. അത് നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ മിററിൽ എന്നെ കാണിച്ചു തരാം ഗൈസ്. ഗൈസ് സുനു നമ്മന്ന് മാറി ഗൈസ്. സുനുടെ വൈബ് മാറി. നമ്മളൊക്കെ പിള്ളേരുടെ അടുത്തായി തുള്ളിച്ചാടലൊക്കെ. ഇവിടെ ഒരാള് സെറ്റിംഗ് തുടങ്ങി ജേർണലിന്റെ. ഞാൻ കൊടുത്ത ഡയറി ഇത് നല്ല രസമാണ്. ചെയ്തതാണ് ജേർണൽ. ഞാന് ഇന്നും കളിച്ചോളൂ. ഞാന് എന്റെ ബാക്ക് ടു സ്കൂൾ വീഡിയോ ഇട്ടല്ല, അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ജേർണലിന്റെ കുറെ സംഭവങ്ങളൊക്കെ ഇടാൻ പ്ലാൻ ഉണ്ട്. ഇത് 5 തന്നല്ലേ? ഇത് 5 ഇത് ബ്ലൂ പെന്നാണോ അല്ലെ കളറാണോ? കളേഴ്സ്, ഫുൾ കളേഴ്സ്. ഇതിലുള്ള കളേഴ്സ് റോൾ ചെയ്യണ സൈഡ് ഉണ്ട്. അതായത് ഇപ്പൊ ഇത് റോൾ ചെയ്യണ സൈഡ് ഇങ്ങനെ ബോയിന്റെ റോളറാണ്. അതായത് ഇതേ ഇത് പോയിന്റ് അല്ല, പിങ്ക് ആണ് പോയിന്റ്. ഇത് ഹാർട്ട്. അങ്ങനെ വന്നെ കണ്ടോ, ഇങ്ങനെ വരും. അങ്ങനെ വന്നതാ. അതിന്റെ പല പല ഷേപ്സും. അങ്ങനെ ബാക്കില് ഇങ്ങനെ വരും. ബാക്കിൽ ഇങ്ങനെ വരും. ഇങ്ങനെ വരും. ഇത് 5 തന്നെ. ഇത് 5 തന്നെ. മെഹന്തി ഒക്കെ പോയിട്ട് ഒരു കോളായിട്ടുണ്ട്. അപ്പോ യു പ്ലാനിങ് ടു ഡു എ ജേർണൽ? സെറ്റ് ആക്കി വെക്കാം. നൈറ്റ്, മോസ്റ്റ് പ്രോബബ്ലി നൈറ്റ്, റൈറ്റ്? അതിലൊരു എക്സ്ട്രാ ഐറ്റം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലപ്പ എന്റെ ബാഗില് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലാത്ത അഴുക്കൊന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. ഒരെണ്ണം നിന്റെ ബാഗിൽ ഒരെണ്ണം എന്റെ ബാഗിൽ വെച്ചത്. ഇത് ടേപ്സാ? ടിഷ്യൂ ഒക്കെ ഇവിടെ സെറ്റാക്കി വെക്കോ. ഇനി പോവാൻ തോന്നില്ല കേട്ടോ സുധു. നാളെ നമുക്ക് പോണം. എന്താണ് പ്ലാൻ ജേർണലിന്റെ? അറിഞ്ഞൂടാ. ഇവിടെ നമ്മൾ ഓരോന്ന് ബൈ ചെയ്ത ചോക്ലേറ്റ് അങ്ങനെയൊക്കെ വെച്ചിങ്ങനെ ചെറിയൊരു സെറ്റ് ആക്കിക്കോളൂ. ആ സ്പേസ് അടിപൊളിയായിട്ടുണ്ടല്ലേ? വൈബ് ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടാ വൈബിന്. ഓ ഓ ഓ ഓ ഓ ഓ ജു 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 ഓ ഓ വിശപ്പൊന്നില്ലേ കുട്ടാ? ഉച്ചക്ക് കഴിച്ചിട്ടില്ലല്ലോ. ഇഷ്ടാണ് കുത്തിമറിയ.
ഇതന്നെ പണി. ഇറ്റ്സ് മൈൻ എന്ന് പറയൂ. It's mine. It's mine. It's mine. സോറിനെ കാണില്ല. It's mine. It's mine. It's mine. എബ്ബു പറ ഇറ്റ്സ് മൈൻ പറ. I know. മുത്തുല് പോറ്റ് പോറ്റ് മൈൻ പറ. ഉമ്മി മൈൻ പറ. ഗോ വോ 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 വോ. ഓ സങ്കട എന്റെ കാറ്റ് കിറ്റി. Go, 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 go. 1, 2, 3. ഉമ്മി ചെയ്യും. ദീദി ബുക്ക് ഉണ്ടാന്ന് നോക്കാൻ വന്നേക്കുവാണ്. എബിന് പറ്റിയൊരു ബുക്കും സുനുവിന് പറ്റിയൊരു ബുക്ക്. ബാലരാമ ഒന്നും കിട്ടൂല കേട്ടാ സുനു ഇവിടെ. ഹായ് ഹലോ. ക്യൂട്ടി പൈ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഓവർലോഡഡ്. ഒരു ബുക്ക് കണ്ടായിരുന്നു. അത് തീർന്നിട്ടുണ്ടാവും. സ്റ്റോക്ക് ഔട്ട്. ഓ നോ മൈ ബേബി. ഹലോ ഹലോ ക്യൂട്ടി പൈ. ഓക്കെ. ഓ കോഫി ഉള്ളിടത്ത് കേക്ക് ഉള്ളിടത്തൊക്കെ പോണ്. You got? ഇത് നമ്മളുടെ എന്താണ് കുഞ്ഞപ്പന രാജപ്പന അയാളാണിത്. കൊച്ചു ടി വിയില് രാജപ്പൻ ഡിറ്റക്റ്റീവ് അങ്ങനെ എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഭയങ്കര സൗണ്ടിലാണല്ലോ സംസാരിക്കണം, ഒന്നും കേൾക്കൂല. ആണോ? ഞാൻ സൗണ്ട് കൂടിയെന്ന് പറഞ്ഞിട്ട് രാജപ്പൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാജപ്പൻ തന്നെയാണ് ആണോന്ന് ഓർമ്മയില്ല. അങ്ങനെ എന്തോ ഒരു കൊച്ചു ടി വിയിൽ കാർട്ടൂൺ ഉണ്ടായിരുന്നു. അത് നല്ലതായിരുന്നു. ആണോ? അതിന്റെ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ ജെറോണിമോസ് കീറ്റൺ. എനിക്കിഷ്ടമാണ്, നല്ല ഫണ്ണാണ്. പക്ഷെ എന്റെ പ്രായത്തിൽ ഇതൊന്നും അല്ല വായിക്കുന്നത്. അങ്ങനൊന്നും ഇല്ല. നോ പ്രായം ഫോർ ബുക്ക്. ചെറുതായിട്ടുണ്ട്. ഇതൊക്കെ ഒരു എനിക്ക് ഇഷ്ടമാണെങ്കിൽ യു എൻജോയ്. 4th 5th ഗ്രേഡേഴ്സ് ഒക്കെ വായിക്കുന്ന ലെവലാണ്. അപ്പൊ എനിക്ക് പറ്റിയ 2nd 3rd. അപ്പൊ എന്റെ ഒരു മൈൻഡ് സെറ്റിനുള്ളതാ. അവിടെ ഒരാള് കേക്കിന് കൊതിയിടണം കണ്ട. ആ വാട്ട് ബേബി, വാട്ട് യു വാണ്ട്? ഭയങ്കര ഐഡിയ. ആ വാട്ട് യു വാണ്ട്? ആലോചിക്കണേണോ? വാട്ട് യു വാണ്ട് മൈ ബേബി? I want color. You want? Okay. Okay. Oh. 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 Full English ആണ് ചേട്ടൻ. Money. Money. No money. So, no money. Where is money? No money. Huh? No money? No money? Wow, ഒരു ബുക്ക് മേടിക്കാൻ വന്നത് അബദ്ധമായി പോയി സുനു. യെസ്, ചെറുക്കൻ വിടണില്ല. ഓക്കേ ഓക്കേ, ബിസ്മില്ലാ. Yummy. You like it? Zayguda. Maybe yummy? Yeah? Like it? Like it? സുനു ഒരു ബുക്ക് മേടിക്കാൻ പോകുന്നത് അപ്പുറത്തായി പോയി. ഓക്കേ, യമ്മി. Yummy. Yeah? Yummy? You like it?
വീഡിയോ എടുക്കുമ്പോ ഒന്നുമില്ല, അതിന്റെ വീഡിയോന്റെ പുറകിൽ എന്ത് എക്സ്പ്രഷൻ ആയിരിക്കും. ഫുൾ ഫുൾ പൂക്കിയായിരിക്കും. ഇത് കഴിച്ചിട്ട് പെട്ടെന്ന് ചെറുക്കൻ എടുത്തോണ്ട് പോകണം. ഞാൻ ഈ അടുത്ത കേക്ക് വരുമ്പോ ഒരു 5 യമ്മി. ചോക്ലേറ്റ് ലവർ കേട്ടോ. ചോക്ലേറ്റ് ഫ്ലേവറാണ് ഇഷ്ടം എന്നെ പോലെ, ബാക്കിയൊന്നും അവന് ഇഷ്ടമല്ല. ഉമ്മി വൈപ്പാക്കി തരാം. ഓക്കെ യമ്മി. ക്യാമറ ഞാൻ ഇവിടെ വെച്ചേക്കണായിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്ക് ക്യാമറ എടുത്ത് തന്നെ വീഡിയോ എടുക്കാൻ പറഞ്ഞാണ് നൈസായിട്ട്. എടുത്തു, ഞാൻ അറിയാത്ത പോലെ അഭിനയം. ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് വാരി തരാൻ. ഞാൻ കുറച്ച് പൂക്കിയാവട്ടെ. അടുത്ത ചോദിക്കുന്നു പെട്ടെന്ന് എടുത്തിട്ട് പോകണം. നമുക്ക് പെട്ടെന്ന് എടുത്ത് പോവാം റൂമില്. അവിടെ പുറത്തുനിന്ന് ലൈറ്റ്സ് ഓൺ ആക്കിയില്ല, അതുകൊണ്ട് രസമില്ല. അല്ലെങ്കിൽ നടക്കായിരുന്നു. നമ്മൾ വന്ന സമയത്ത് ഭയങ്കര വിൻഡിയായിരുന്നു. ഡയറക്റ്റ് ഓലോട്ടാ. അങ്ങനെ നമ്മുടെ ചേട്ടൻ ജിമ്മിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ ജിമ്മിൽ പിന്നെ അധികം ചേട്ടന് പറ്റിയ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് നേരത്തെ വന്ന് കാർഡിയോ ചെയ്ത് വന്ന്. അപ്പൊ ഇപ്പൊ വി ആർ ഗോയിങ് ടു ഹാവ് ഡെലീഷ്യസ് ഡിന്നർ എന്ന് പറയാ വേണമെങ്കിൽ. നമുക്ക് എല്ലാ ടൈപ്പ് എല്ലാം വൈബും പിടിക്കണ്ടേ. അപ്പൊ നോക്കട്ടെ, നല്ലതെങ്കിലും കിട്ടണമെങ്കിൽ അവിടെ കയറും. ചുമ്മാ പറഞ്ഞു എല്ലാ വൈബും പിടിക്കേണ്ടതൊക്കെ പറഞ്ഞ അങ്ങോട്ട് പോകും. വൈബ് പിടിക്കാൻ വൈബുള്ളടത്ത് പോവാന്ന്. നേരത്തെ തുടങ്ങിയതാണ് ആ പാട്ട്. ഞാൻ പറഞ്ഞു വൈബില്ലെങ്കിൽ വൈബുള്ളടത്ത്. ഇപ്പൊ സമയം 8:15. അപ്പൊ നമ്മള് നേരത്തെ ഡിന്നർ കഴിച്ചിട്ട് വിശക്കണമെങ്കിൽ അവിടെ ഫ്രിഡ്ജിലുള്ള ഐറ്റം ഒക്കെ നമ്മൾ ഡയറക്റ്റ് കൊടൈക്കനാൽ പോവാതെ നന്നായല്ലേ ഈ വൈബ് പിടിച്ചത്. നല്ല പ്ലാൻ ആയിരുന്നു. ഇപ്പോഴും ഓടിച്ചോടിച്ചോടിച്ച് പ്രാന്തായന്. ബേബിയുടെ പ്ലാൻ ആയിരുന്നു. So yeah, let's go and have a അടിപൊളി dinner. ആദ്യം സ്റ്റാർട്ടറായിട്ട് നമ്മള് മാഗി കഴിക്കാൻ വിചാരിച്ചു ഗൈസ്. ഓക്കെ, സുനുന്റെ ആ ചെറുപ്പത്തിന്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് നെറ്റിരിക്കുന്നത് അവിടെ. കന്നം 3 വൈബിലാണ്, ഫുൾ ഓൺ വൈബ്. കാണിച്ചത് എന്ത് വൈബാണ് ഇവിടെ. ഉമ്മ എടുക്കാം, ഷോൺ ഇടട്ടെ. ഉമ്മിനെ കണ്ട രക്ഷയില്ല. You You want? No? You want Maggie prepare ചെയ്തോണ്ടിരിക്കാം. ചവക്കണേ. ഓക്കെ, പുക പറക്കണ. മൂന്നാർ വന്നിട്ടുണ്ടെങ്കിൽ മാഗി മസ്റ്റ് ആണത്. അതെ അല്ലേ?
മൂന്നാർ വന്നിട്ടുണ്ടെങ്കിൽ മാഗി എന്തായാലും കഴിച്ചിട്ടേ പോകുള്ളൂ. പറഞ്ഞു എന്നെ കഴിപ്പിച്ചിട്ടേ പോവുള്ളൂ. ഇത്ര ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു കിട്ടൂല. ഭാഗ്യത്തിന് ഇവർ അടക്കണായിരുന്നു കഥ. ഞാൻ പ്ലെയിനാ പറഞ്ഞത്, ബാക്കി എല്ലാരും എഗ് ഇട്ടിട്ടാണ് പറഞ്ഞത്. ഇത് പ്ലെയിൻ ആണ്. ചില ഷോപ്പിലൊക്കെ അനിയൻസ് ടൊമാറ്റോ ഒക്കെ അങ്ങനെ. എനിക്ക് അങ്ങനെ ഇഷ്ടം, എല്ലാം മിക്സ് ചെയ്ത് ഇടണം ഇഷ്ടം. അതിന്റെ അടുത്ത് എഗ് ഇട്ടിട്ട് മിക്സ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. എബ്രു നുറുക്കൊക്കെ തിന്നിട്ടിരിക്കണേ. നുറുക്ക് ഭയങ്കര ഇഷ്ടമാണ് എബ്രു സൈക്ക് കൂടെ നുറുക്ക്. നാസുവിനെ പിടിച്ചോ, എന്നാ പിടിച്ചോ, സൈക്ക് പിടിച്ചോ. ചൂടാണേ, നോക്കി പിടിക്കണേ അതിന്റെ അകത്ത്. ഓക്കെ, താങ്ക് യു. ഇതിന്റെ അകത്ത് എഗ് ഇട്ട ടൈപ്പ്. ഇങ്ങോട്ട് നീങ്ങിക്ക്, ഇങ്ങോട്ട് നീക്ക. എന്റെ ഇത് നിന്റെ എന്റെ കയ്യിലുണ്ട്. ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ കുഴപ്പമില്ല. അവൻ പൊള്ളിക്കാണ്ട് പിടി, ഇങ്ങനെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. നോക്കി പിടി. സുനിതയെ തുടങ്ങി കീറ്. സുനാണ പഴയ വീഡിയോസും ഫോട്ടോ ഒക്കെ കെട്ടി ചിരിച്ചോണ്ടിരിക്കണായിരുന്നു. നല്ല തണുത്ത കാറ്റ്. ഇതൊക്കെയാണ് വൈബ് ഗൈസ്, നൈറ്റ് വൈബ്. അടിപൊളി. ഡോറിലൊക്കെ അഴുക്കുണ്ടാവും ഡ്രസ് കിട്ടാൻ. ഓക്കെ, കഴിക്കും. ഗൈസ് അങ്ങനെ അവിടുന്ന് നൂഡിൽസും കഴിച്ചിറങ്ങി. പിന്നെ എന്തെങ്കിലും റൂമിലൊക്കെ തിരിച്ചു പോകാൻ മുമ്പ് എന്തെങ്കിലും പ്രോട്ടീൻ കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നോക്കുമ്പോ എല്ലായിടത്തും ചിക്കൻ 65 ഒക്കെയാണ്, ഫുള്ള് എണ്ണയെ പൊരിച്ചൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ച് ഡബിൾ ഓംലേറ്റ് അടിക്കാന്ന് വിചാരിച്ചു. തട്ടുകടയില നല്ല ബാക്കിൽ കണ്ടത്, നല്ല അടിപൊളി തട്ടുകട. മൂന്നാർ ടൗണിൽ തന്നെ ഉണ്ടാ. അപ്പൊ ഓംലേറ്റ് ഓർഡർ ചെയ്ത് ആദ്യം ഓർഡർ ആർക്കും വേണ്ടെന്ന് ഓർഡർ. അത് ലാസ്റ്റ് എല്ലാവർക്കും ഓരോ പിടി കൊടുത്തു വായല്. അപ്പൊ എല്ലാത്തിനും ടേസ്റ്റ് പിടിച്ചു. പിന്നെ ആ ഒരെണ്ണം തീർന്നായിരുന്നില്ല. എന്നിട്ട് രണ്ടാമത് ഓർഡർ ചെയ്ത് ആ രണ്ടാമതുള്ള ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതും ഇപ്പൊ തീർന്നത് അറിയില്ല. ലാസ്റ്റ് ഒരു ചെറിയൊരു പീസ് കിട്ടി. അതിനല്ല കൊയിന്. ഇപ്പൊ എന്ത് വേണോ ലാസ്റ്റ് ബൈറ്റ്. കുറച്ചുകൂടെ നേരത്തെ തന്നെയാണെങ്കിൽ കൊറേ നൂഡിൽസ്, കൊറേ ഓംലെറ്റ്. ഒരു 5 മിനിറ്റിനാണ് പറയണേ മണ്ടന്മാരെ. ഞാൻ തുണിയൊക്കെ മേളിക്കൂടെ വിരിക്കാല്ലാതൊക്കെ വിചാരിച്ച് എന്റെ ഷോളും കാണാനില്ല ലസുനു. ഓക്കെ ഗൈസ്, നല്ലൊരു തട്ടുകടയായിരുന്നു, നല്ല ടേസ്റ്റിയാണ്. ഇനി വിശക്കൂലല്ല തിരിച്ച്